ചിത്തിരയായിട്ട് പുനലൂരിലേക്കൊന്ന് പോകാം. അവിടെ ഓണം കളറാക്കാൻ ഇക്കുറി കുടുംബശ്രീ അംഗങ്ങൾ സജീവമായിട്ട് തന്നെ രംഗത്തുണ്ട്. പരമ്പരാഗത ഓണ വിഭവങ്ങളാണ് ഐക്കരക്കോണം കേന്ദ്രീകരിച്ചുള്ള കുടുംബശ്രീ അംഗങ്ങൾ വിപണിയിലെത്തിക്കുക. ഓണപ്പാട്ടും പാടി പലഹാരം നിർമ്മിക്കുന്ന കുടുംബശ്രീ അംഗങ്ങൾ ഇതിനോടകം തന്നെ ശ്രദ്ധരായി കഴിഞ്ഞിട്ടുണ്ടാവും. ഒരുപക്ഷെ എല്ലാവരും കണ്ടിട്ടുണ്ടോ അല്ലെ? ഇവരുടെ വിശേഷങ്ങൾ മനോജ് അപ്പുകുട്ടനാണ് ചേരുന്നത്. മനോജ്, ഗുഡ് മോർണിംഗ്. അപ്പൊ ചിത്തിരയാണ്, വലിയ സന്തോഷമുള്ള ദിവസമാണ്. ഈ കുടുംബശ്രീയിലെ അംഗങ്ങളൊക്കെ ഒപ്പം ഉണ്ടോ? അവരൊക്കെ എങ്ങനെയാ രാവിലെ തന്നെ സജീവമാണോ? മനോജേട്ടന്റെ പുറകിൽ ഇങ്ങനെ പലഹാരങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നു. വെരി ഗുഡ് മോർണിംഗ് എൽദോ, അശ്വതി. വളരെ വ്യത്യസ്തമായ ഒരു സ്ഥലത്താണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. നമ്മൾ കണ്ടാൽ തന്നെ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു രീതിയിൽ, അതായത് നമുക്ക് പലഹാരങ്ങളുടെ ഒരു വലിയ ഒരു നിര തന്നെ ഇവർ ഓണവിഭവങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുകയാണ്. ഈ ചിപ്സ്, ഇത് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത ഈ ചിപ്സുകളാണ്. ഈ പുനലൂരിലെ മണ്ഡലത്തിലേക്ക് മുഴുവനായിട്ട് വിതരണം ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കാണ് ഇവർ ഈ ഓണ വിഭവങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ അടുത്ത 4-5 റൂമുകളിലായിട്ട് അടുക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഒരു റൂം നിറച്ചും അടുത്തായിട്ടുണ്ട്. അതുപോലെ 4-5 റൂമുകളിലായിട്ട് ഇങ്ങനെ ഒരുക്കിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സജീവമാണ് ഇവിടുത്തെ ഈ കുടുംബശ്രീ അംഗങ്ങൾ എന്നുള്ളതാണ്. ഇതുപോലെ നിരവധി റൂമുകളാണ്. എല്ലാ റൂമുകളിലും ഇങ്ങനെ ഓണപ്പലഹാരങ്ങൾ അടുക്കി വെച്ചിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ അവർ വളരെ പാട്ടും പാടി വളരെ ആഘോഷപൂർവമാണ് ഈ ഓണത്തിനെ വരവേൽക്കുവാനായിട്ട് ഇവരുടെ ആ നിർമ്മാണ യൂണിറ്റിലേക്കാണ് ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത്. ഒരു ചിപ്സ് തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ചിപ്സ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. പാട്ടൊക്കെ പാടുന്നുണ്ട്. പാട്ടും പാടിക്കൊണ്ടൊക്കെയാണ് തുടങ്ങുന്നത്. നമുക്കൊരു ആർപ്പോ വിളിച്ചാലോ? ആർപ്പോയ്! ഒന്നുകൂടെ ആർപ്പോയ്! സജീവമാണ്, വളരെ സജീവമാണ്. ശരി, ഇപ്പം നമ്മള് ഈ വളരെ ഒരു പ്രത്യേക രീതിയിലാണ് നിങ്ങൾ ഇവിടെ ഈ എല്ലാം തയ്യാറാക്കുന്നു പറഞ്ഞു. ഈ ഓണമായപ്പോൾ ഓണപ്പാട്ടും ഒക്കെ പാടിയാണ്. അത് വളരെ ശ്രദ്ധമായി കഴിഞ്ഞു. നിങ്ങൾ എത്ര നാളായിട്ട് ഈ യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്? 10 വർഷത്തിന് മേളിലായി. ചെറിയ രീതിയിൽ തുടങ്ങിയതാ. ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഓർഡറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ 10 പേരോളം ഉണ്ട്. ഒരു സ്ഥാപനമുണ്ട്, പുനലൂര് പ്രൊഡക്ഷൻ ഇവിടെയാണ്. ഓണവുമായി ബന്ധപ്പെട്ട് ഓണത്തിന്റെ പ്രത്യേക തരത്തിലുള്ള ഇതൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ശർക്കര വരട്ടി, ചിപ്സ്, കളിയോടയ്ക്ക, അങ്ങനെയുള്ള ഐറ്റംസുകൾ ഓണത്തിന് ആവശ്യമായി. അല്ലെങ്കിൽ തന്നെ ഏത് ഐറ്റം പറഞ്ഞാലും ഞങ്ങൾ അത് റെഡിയാക്കി കസ്റ്റമറുടെ തൃപ്തിയാണ് ഞങ്ങളുടെ തൃപ്തി. എത്ര വർഷമായിട്ട് ഇത് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്? 15 വർഷം കൊണ്ട് ഉണ്ട്. 15 വർഷം കൊണ്ട്. എത്ര കുടുംബശ്രീ അംഗങ്ങളാണ് നിങ്ങളുടെ ഈ ഗ്രൂപ്പിനകത്തുള്ളത്? ഞങ്ങൾ 10 പേര്. മറ്റേ പുനലൂർ നഗരസഭയിലെ മറ്റ് യൂണിറ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉൽപ്പന്നം വിപണിയിൽ എത്തിക്കുന്നു. അതുപോലെ ഫെസ്റ്റിവൽ സീസണുകൾ നിങ്ങൾ പ്രത്യേക സ്റ്റാളുകൾ തുടങ്ങുന്നുണ്ട്. അങ്ങനെ ചില പ്രത്യേകതകളുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനമായി നിന്ന് നഗരസഭയിൽ ആരൊക്കെയാണുള്ളത്? നഗരസഭയിൽ നിന്ന് കുടുംബശ്രീ എല്ലാ സാറുമാരും എല്ലാം നമുക്ക് കൂടുതൽ സപ്പോർട്ടാണ്. കുടുംബശ്രീയിൽ നിന്ന് MAC-മാര്, അനസ് വക്കീൽ സാറ്, ADS എല്ലാം, ഉണ്ണി സാറെല്ലാം നമുക്ക് നല്ല സപ്പോർട്ടാണ്. പിന്നെ ഞങ്ങളുടെ പാർട്ടി എല്ലാവരും നമുക്ക് എല്ലാവിധ സപ്പോർട്ടും ചെയ്താണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഇവിടെ തന്നെയാണ് നമ്മൾ ഉത്പാദിപ്പിക്കുന്നത്, വറക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, പാക്ക് ചെയ്യുന്നത് ഇവിടെ തന്നെ? അല്ല, പാക്ക് ചെയ്യുന്നത് ഇവിടെയും പാക്ക് ചെയ്യും, കടയിലും പാക്ക് ചെയ്യും. വിപണി കണ്ടെത്താനായിട്ട് നിങ്ങൾ നമ്മുടെ മുനിസിപ്പാലിറ്റി വിട്ട് മറ്റെവിടെങ്കിലും പോകാറുണ്ട്? ഉണ്ട്. നമ്മൾ കൊല്ലം ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലും പോകും. ഞാനും എൻ്റെ അനിയനും കൂടെ എല്ലായിടവും പോകുന്നു വണ്ടിയിൽ. എല്ലായിടവും ആരെന്ത് പറഞ്ഞാലും ആ സമയത്ത് കൊണ്ട് എത്തിച്ചു കൊടുക്കും. ഈ പുനലൂർ നഗരസഭയിലെ കൗൺസിലർമാരിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്? പുനലൂരിലെ എല്ലാവരും നമ്മളെ സഹായിക്കുന്നുണ്ട്. മനോജ്, നമുക്ക് ആ ചേച്ചിമാരുടെ എല്ലാവരുടെയും ഒന്ന് പരിചയപ്പെടണം. അവരുടെ പേരൊന്ന് ചോദിച്ചേ. പേര് വേണം, മാത്രമല്ല ഇവരുടെ പാട്ടാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. പാട്ടിലൂടെയാണ് അവര് ശ്രദ്ധേയരായത്. ബാക്കിയുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും അത് തന്നെയാണ്. അപ്പൊ ആ പാട്ട് നമുക്കൊന്ന് കേൾക്കാം. ഓണപ്പാട്ട് പ്രേക്ഷകര് നിങ്ങളുടെ ഓണപ്പാട്ട് കേൾക്കാനായിട്ട് നീ ചാടി മറിഞ്ഞല്ലോ കൂട്ടുകാരെ.
സാധാരണ ക്യാമറയൊക്കെ കണ്ടപ്പോഴത്തേക്കിന് നാണവും വിപ്ലവങ്ങളൊക്കെ അല്ലാതിരിക്കുന്ന സമയങ്ങളിൽ വളരെ മനോഹരമായിട്ട് അവർ പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെടണമല്ലോ എല്ലാവരും. ചേച്ചി പേരെങ്ങനെ ചേച്ചി? ആ മാസ്ക് ഒന്ന് മാറ്റുക ചേച്ചി. ഒന്ന് പേരൊന്ന് പറഞ്ഞാൽ. എന്റെ പേര് മോളിച്ചാക്കോ. ഇവിടെ തന്നെയുള്ളതാണോ? കക്കോട് തന്നെ ഉള്ളത്. എത്ര വർഷമായിട്ട് ഇവിടെ ഉണ്ട്? ഇവിടെ ഇപ്പം 2 മാസമേ ഉള്ളൂ. എന്റെ പേര് ലേഖ വിശ്വാസ്. ഞാൻ ആര്യങ്കാവിൽ താമസിക്കുന്നു. വളരെ ദൂരെ ആര്യങ്കാവ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 1 മണിക്കൂറത്തെ യാത്രയുണ്ട്. അത്രയും ദൂരത്തു നിന്നാണ് ഇവിടെ വരുന്നത്. രാവിലെ എത്തിയത് തന്നെ. എന്റെ പേര് അനീസ. ലീഡർഷിപ്പാണ്. അനീഷയാണ് ഈ യൂണിറ്റിന്റെ ലീഡർഷിപ്പ് നയിക്കുന്നത്. എന്റെ പേര് ലേഖ. ഞാനിവിടെ കലയനാട് നിന്ന് വരുന്നു. ഇവിടെ അടുത്തുള്ളതാ, കലയനാട് എന്നുള്ള സ്ഥലത്താണ്. ഇവരിപ്പോ ചിപ്സ് തയ്യാറാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തായിട്ട് ചിപ്സ് ഉത്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് കണ്ടാലോ? മനോജേട്ടൻ അവിടെ റൂമിൽ കയറിയപ്പോഴേ 5 റൂം നിറയെ ഇങ്ങനെ പലഹാരങ്ങൾ വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കാണണം, എങ്ങോട്ട് പോണോന്നറിയാതെ അവിടെ ഇങ്ങനെ അവരൊരു പരതലാണ്. ഈ റൂമിൽ പോകുമ്പോഴത്തേക്ക് നേരത്തെ കളിവടക്ക എന്ന് പറഞ്ഞപ്പോ എൽദോ ചോദിക്കുന്നുണ്ടായിരുന്നു അതെന്താണ് സാധനം. നിങ്ങളുടെ അവിടെ എന്താ അതിന് പറയണേ? ചീടയാണോ ഉദ്ദേശിക്കുന്നത്? ചീട, അത് തന്നെ, ചെറിയ ചെറിയ ഉണ്ടകൾ. ഉണ്ടയാണോ ഇങ്ങനെ മടക്കി വെക്കുന്നതാണ്? അല്ല, ചെറിയ ചെറിയ കളിവടക്ക. ഈ ഓണമായിട്ട് കളിയോടൊക്കെ ഒന്ന് കാണിക്കാം. ഒരു കളിയോടൊക്കെ ഒന്ന് എടുത്തോണ്ട് വരും. കളിയോടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണ വിഭവങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഏറ്റവും ഒരു പലഹാരമാണ്. ചിപ്സും ഒപ്പം തന്നെ ഒരു മനോജ് ഞാൻ എറണാകുളമാണ്. എറണാകുളത്ത് നമ്മളൊക്കെ ശർക്കര വരട്ടിയും ചിപ്സുമാണ്, അല്ലെങ്കിൽ കായുപ്പേരി എന്ന് പറയുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇവരുടെ പലർക്കും അറിയത്തില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മനോജേട്ടാ, നമുക്ക് ആ കളിയോടൊക്കെ കാണിക്കുകയും ചെയ്യണം. അതിന്റെ റെസിപ്പിയും കൂടെ ഒന്ന് ചോദിക്കൂ. ഓണത്തിന് പ്രത്യേകിച്ച് ഉണ്ടാക്കുന്നതല്ലേ, ജീരകമൊക്കെ ഇട്ടുണ്ടാക്കുന്ന ചെറിയ ഉണ്ടയല്ലേ കളിയോടൊപ്പം. നമ്മള് കളിയോടൊക്കെ എടുത്തോ, കളിയോടൊപ്പം. അപ്പൊ കളിയോടൊക്കെ എടുത്തോണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ലീഡറോട് തന്നെ ചോദിക്കാം. ഈ കളിയോടൊക്കെ ഉണ്ടാക്കുന്നതിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു കൊടുക്കാം. എന്തൊക്കെയാണ് നമ്മളത് ഉപയോഗിക്കുന്നത്? അരിമാവ്, ഉപ്പും, എള്ള്, ഇതെല്ലാം ഞങ്ങളുടെ മാസ്റ്റർ ഉണ്ട് ഇവിടെ. മാസ്റ്റർ ഉണ്ടോ? അപ്പൊ മാസ്റ്റർ ഇവിടെ ഉണ്ടോ? മാസ്റ്റർ ഒന്ന് വിളിക്കുമെന്ന്. ഈ കളിയോടൊക്കെ ഉണ്ടാക്കുന്ന മാസ്റ്റർ ഒന്ന് വന്നേ. മനോജേട്ടാ, ഇതുവരെ മാസ്റ്ററെ തള്ളി വിട്ടിട്ടാണോ അപ്പൊ അവിടെ നിന്നത്? മോശമായി പോയി കേട്ടോ. മാസ്റ്ററല്ലേ ആദ്യം കാണിക്കേണ്ടേ? എല്ലാ പുരുഷന്മാരുടെ പിന്നിലും പിന്നെ വിജയത്തിൽ സ്ത്രീ ഉണ്ടാവും പറയുന്ന പോലെയാണ്. ഇതുണ്ടോ പുരുഷൻ ഉണ്ടാവണോ? ഇവിടെ ഇദ്ദേഹമാണ് ഇതിന്റെ നെടുന്തൂണ്. നമുക്ക് ആ കളിയോടൊക്കെ ഉണ്ടാക്കുന്ന റെസിപ്പി ഒന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് നമ്മൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അരിമാവ്, മൈദ, ജീരകം, അരിമതകം, ഉപ്പ്, അതൊക്കെ ഇട്ട് ഇത്തിരി എണ്ണ ഒഴിക്കണം. എണ്ണ താഴ്ത്ത കുറച്ച് ഡാൽഡയിൽ കുഴച്ചിട്ട് ചെറിയ ഉണ്ടകളാക്കിയിട്ട് പിടിച്ചെടുക്കും, എണ്ണയിലിട്ട്. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞാൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ മൈദാമാവ്, അരിമാവ്, ഉപ്പ്, അരിമതകം, ജീരകം, ഡാൽഡ, എണ്ണ ഒഴിക്കും. ഇത്രയും സാധനങ്ങൾ എണ്ണയിൽ കുഴച്ച് ചെറിയ ഉണ്ടകളാക്കി എണ്ണയിലിട്ടിട്ടാണ് ഈ ഉണ്ടാക്കുന്നത്. മനോജേട്ടൻ കൃത്യമായിട്ട് ചോദിക്കുന്നു, ഒന്നുകൂടെ എടുത്ത് ചോദിക്കുന്നു. വീട്ടിൽ പോയിട്ട് കളിയടക്കം ഉണ്ടാക്കാനുള്ള തീരുമാനം മനോജേട്ടാ? അല്ല, അത് ഒന്ന് പഠിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കഴിഞ്ഞിട്ട് ഇവിടുന്ന്. കാരണം സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് മാസ്റ്റർ പറയിക്കാമോ? എന്തൊക്കെ സ്പെഷ്യൽ സാധനങ്ങളാണുള്ളതെന്ന് മാസ്റ്റർ കൊണ്ടൊന്ന് പറയിക്കാമോ? നല്ല കളർഫുൾ ആയിരുന്നു ആ റൂമുകളെല്ലാം. ഓ, പിന്നെന്താ? ഈ കളിയടക്ക കണ്ടിട്ടില്ലെന്നല്ലോ, ഇപ്പൊ കളിയടക്ക കാണിക്കും. ഒരു പക്ഷെ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഇനി മറ്റെന്തെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്നതാണോ എന്ന് ആലോചിക്കാം. ഓണത്തിന് മാത്രമാണ് അത് പ്രധാനമായിട്ട് ഉണ്ടാക്കുക. ഇത് പാളിപ്പോയാൽ കടിച്ച പൊട്ടാത്ത പോലെ ആയിപ്പോ. അപ്പൊ അത് ചെറിയ ചെറിയ ഇതാ അതിന്റെ ഓരോന്നിന്റെയും ക്ലോസിലേക്ക്. അതെ അതെ അതെ, അതൊരു മൃദുത്വം വരുന്ന രീതിയിൽ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇത് പൊട്ടത്തില്ല. പൊട്ടിയെങ്കിൽ മാത്രമേ ഇതിന് ടേസ്റ്റ് വരത്തുള്ളൂ. പക്ഷെ നമുക്കിപ്പോ നിങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന അതൊക്കെ എന്തൊക്കെ പലഹാരങ്ങളാണെന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി. പഴം ചിപ്സ് ഉണ്ട്, തക്കാളി മുറുക്ക്, പിന്നെ കേക്ക്, ദാൽ മിച്ചർ, മരച്ചി മീറ്റർ, ബോളി ചിപ്സ്, വെളിച്ചെണ്ണ ചിപ്സ്, ടൊമാറ്റോ ചിപ്സ്, മുറുക്ക് ഐറ്റംസ് ഉണ്ട്, കൊള്ളപ്പമുണ്ട്, അച്ചപ്പം, പപ്പടവട. ആ മുറിക്കകത്ത് നിറച്ചും ഈ
ഇത് നമ്മുടെ ഓണത്തിന്റെ പ്രധാന ഭാഗമാണ് അല്ലേ? അത് ശർക്കര വരട്ടിയല്ലേ? ചക്കവറ്റലുണ്ട്, പൊരിയുണ്ട. ശർക്കര വരട്ടിയുണ്ട്. അതെ, മനോജേട്ടാ ഈ വിഷ്വൽസ് കാണുമ്പോ അദ്ദേഹം പറഞ്ഞോണ്ടേ ഇരിക്കുന്നു. പക്ഷെ ഞാൻ പറയുന്നത് ഒരുപാട് പ്രവാസികൾ ഇപ്പൊ ഈ നാട് മിസ് ചെയ്യുന്ന സമയമായിരിക്കും. കാരണം ഈ കളിയടക്കൊക്കെ ഉള്ള ഒരു നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞാൽ കളിയടക്ക. അത് പല അവര് പറഞ്ഞത് കളിയടക്കാന്നങ്ങണ്ട, കളിവടക്കാന്ന് ഇവിടെ പറയും. പല സ്ഥലങ്ങളിൽ പലതാണ് പറയുന്നത്. ഇപ്പോഴത് കാണിച്ചു തന്നിട്ടില്ല കേട്ടോ മനോജ്. കളിയടക്ക എന്താ? അതെ, എൽദോയ്ക്ക് കളിയടക്ക കാണണം. കളിയടക്ക സ്റ്റോക്ക് തീർന്നു തോന്നുന്നു. കളിയോടൊക്കെ തപ്പി നടക്കുകയാണ് ഞങ്ങള്. കാണാതെ പോയോ കളിയോടക്ക? അത് അവര് ഷോപ്പിലേക്ക് കൊണ്ടുപോയെന്നാ പറഞ്ഞു, ഇവിടെ ഇല്ല. അപ്പൊ എൽദോക്ക് ഇത് കാണാനുള്ള പ്രത്യേകം കളിയോടൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്റ്റോറി ചെയ്യേണ്ടി വരുന്നു അങ്ങനെയാണെങ്കിൽ. അല്ല, കളിയടക്കയുടെ ഒരു കളിയോടൊക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റോറി ചെയ്ത് കളയാം. അതെ അതെ, കളിയടക്കയുടെ ഒരു പ്രത്യേകത എന്താ പറയുക, നമ്മൾ ഊഞ്ഞാലാടുമല്ലോ. നമ്മളിങ്ങനെ ഊഞ്ഞാലാടുന്ന സമയത്തൊക്കെ വായിലിട്ട് ഇങ്ങനെ ഊഞ്ഞാലാടാൻ പറ്റിയ സാധനമാണ്. പോക്കറ്റിലൊക്കെ ഇട്ട് ഇരുന്നാൽ ഇങ്ങനെ ആടി കഴിച്ചുകൊണ്ടിരിക്കാം. ചിപ്സ് അത്ര പോരെ, കളിയടക്കാണ് അതിന്റെ രസം. ഈ കളിയടക്ക കടിച്ചു മുറിയാൻ കുറച്ച് പാടാണ്. പറഞ്ഞു മനോജ്. 6 മുറികളിലായിട്ട് ഓണ വിഭവങ്ങൾക്കുള്ള പലഹാരങ്ങൾ ഇവരിങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോഴ് നമുക്ക് ലൈവായിട്ട് ഇവര് ചിപ്സ് ആണ് ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഘട്ടമായിട്ട് ഇവരുടെ മാസ്റ്റർ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അടിയിലേക്ക് ഇവരൊരു മെഷീൻ വഴിയാണ് ഇത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കട്ട് ചെയ്യുന്നത് മെഷീൻ വഴിയാണ്. മാസ്റ്റർ അവരുടെ കട്ട് ചെയ്തൊന്ന് ചിപ്സ് ഒന്നൊരു അത്യാധുനിക സംവിധാനങ്ങളൊക്കെ വരികയാണ് അല്ലേ? വളരെ കൃത്യമായി സെയിം സൈസിലും സെയിം എന്താ പറയുക കനത്തിലും വാഴക്ക വന്ന് വീഴാനുള്ള സാഹചര്യമായിരിക്കും. മനോജ്, ഇത്ര രാവിലെയൊക്കെ തന്നെ സജീവമാണല്ലോ അവിടെ. അപ്പോൾ ഇവർ എത്ര മണിക്ക് ആരംഭിക്കും രാവിലെ ഈ വാഴക്ക ഉപ്പേരി ഉണ്ടാക്കലും ചിപ്സ് അങ്ങനെ മൊത്തത്തിലൊരു അവരുടെ പണി എത്ര മണിക്ക് ആരംഭിക്കും? 6 മണിക്ക് ഇവര് യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കും. സജീവമാണ്. വൈകിട്ട് 6 മണി വരെ ഇവരുണ്ടാവുക. ഇവിടെ വളരെ സജീവമാണ്. ഇവര് കൊല്ലം ജില്ലയിലെ തന്നെ മിക്ക സ്ഥലങ്ങളിലും ഇവരുടെ ഉൽപ്പന്നങ്ങൾ പോകുന്നു. വളരെ ബ്രാൻഡഡ് ആയിട്ട് ടി കെ ഫുഡ്സ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡഡ് ആയിട്ട് അവരൊരു വിതരണം ചെയ്യുന്നുണ്ട്. ടി കെ ഫുഡ്സ് എന്നുള്ള നിലയിലാണ് അവർ ടി കെ ഫുഡ്സ് എന്നല്ലേ പേര്, ടി കെ ഫുഡ്സ് എന്ന് പറഞ്ഞാൽ അവർ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇതൊക്കെയാണ് ഇപ്പോൾ പുനലൂരിലെ ഓണ വിശേഷങ്ങൾ. അതായത് ഇപ്പൊ എനിക്ക് മനസ്സിലാകുന്നത് അവിടെ ഈ തൊലി പൊളിക്കല് മാത്രമേ ഉള്ളൂ അല്ലെ? ചേച്ചിമാർ ചെയ്യുന്നത് ഇപ്പൊ അവിടെ അതാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ കണ്ട മെഷീനിൽ വരുന്നു, നേരിട്ട് എണ്ണയിലേക്ക് അങ്ങ് ഇടുകയാണ്. അപ്പൊ പണി എളുപ്പമാണ് അവിടെ കുറച്ച്. അതെ, വളരെ ആ പണി. അത് മാത്രമല്ല ഈ സുരക്ഷിതത്വവും ശുചിത്വവും അത് വളരെ കൃത്യമായിട്ട് അവരത് പാലിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പൊളിച്ചു കഴിഞ്ഞാൽ മഞ്ഞവെള്ളത്തിലിട്ട് കഴുകുന്നുണ്ട്. മഞ്ഞവെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം തോർത്തിയതിന് ശേഷം ഇത് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകണം. അവിടെ ചെല്ലുമ്പോൾ ഒരു കൊട്ടയ്ക്കകത്ത് ഇത് അല്പനേരം വെള്ളം തോർന്നു പോകാനായിട്ട് വെക്കും. അതിനുശേഷം മെഷീൻ വഴി ഡയറക്റ്റ് ഈ എണ്ണയ്ക്ക് തിളച്ച എണ്ണയിലേക്കാണ് മാറുന്നത്. അവിടെ നിന്നും അത് വറുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നു. അടുത്ത സെക്ഷനിൽ നിന്നും പാക്കിംഗ് സെക്ഷനിലേക്ക് പോകുന്നു. അവരുടെ ബ്രാൻഡഡ് നെയിം അടിച്ച പാക്കറ്റുകളിലേക്ക് തരം തിരിച്ചു. അങ്ങനെ ഓരോ ഉൽപ്പന്നങ്ങളും മെഷീൻ വഴി വർക്ക് ചെയ്ത് അടുത്ത സ്റ്റെപ്പായിട്ട് നീങ്ങുകയാണ്. സജീവമായിട്ടിപ്പോൾ 8 പേരാണുള്ളത്. 8 യൂണിറ്റ് അംഗങ്ങളാണ് ഇവർ പ്രധാനമായിട്ടും ഇവിടെ ഉള്ളത്. വളരെ ദൂരെ നിന്ന് വരാനുള്ള ഇനി 2 അംഗങ്ങൾ എത്തിയിട്ടില്ല, ഇതുവരെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവരെ സജീവമായി സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഗരസഭയുടെ വൈസ് ചെയർമാൻ ഉണ്ടായിരുന്നു. അദ്ദേഹവും എത്താമെന്ന് പറഞ്ഞാൽ എന്തായാലും അദ്ദേഹത്തിന്റെ വാർഡിൽ ഇന്നൊരു കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനമുണ്ട്. അതുകൊണ്ട് തയ്യാറെടുപ്പുകൾ നടക്കുന്നതിനാൽ അദ്ദേഹം രാവിലെ വന്നിട്ട് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ് പോയി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇവിടെ കാണാതെ പോയത്. ഇവർക്ക് ഏറ്റവും വലിയ പ്രോത്സാഹനമായുള്ളത് VP ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ പുനലൂർ നഗരസഭയുടെ മുൻ വൈസ് ചെയർമാനാണ്. അദ്ദേഹത്തിന്റെ വലിയൊരു സഹായമാണ് ഈ യൂണിറ്റ് ഇത്ര മനോഹരമായി പ്രവർത്തിക്കുന്നതിന് കാരണമായത്. ശരി, അപ്പൊ മനോജേട്ടൻ എന്തായാലും ഇന്ന് അവിടെ നിന്ന് കുറച്ച് പാക്കറ്റ്സ് ഒക്കെ ആയിട്ട് പോകുന്നുള്ള നമുക്ക് ഉറപ്പാണ് അല്ലെ? നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉപ്പേരിയും പിന്നെ നേരത്തെ പറഞ്ഞ എന്താ ശർക്കര വരട്ടി ഓണ വിഭവങ്ങൾക്ക് വീട്ടിലേക്കുള്ള അത്യാവശ്യ സാധനങ്ങൾ നമ്മൾ കൊണ്ടുവന്നു. അവിടെ നമ്മൾ ആ കട്ട് ചെയ്യുന്ന സാധനങ്ങള്
അതാണ് എൽദോ ഇതിന്റെ പാകമൊക്കെ അറിയാവോ? ഇതൊക്കെ അറിയുന്നുണ്ടോ? ഇതൊക്കെ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ള അല്ല പാക്കറ്റ് വരുന്ന അല്ലാതെ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? വീട്ടിൽ വറക്കാറുണ്ടോ? അശ്വതി പറഞ്ഞു. അല്ല പാകം ഇപ്പൊ കേട്ട ശബ്ദം കേട്ടോ, ചിലും ചിലും ആദ്യം നമ്മൾ ഇടുന്ന സമയത്ത് അതിങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കുമെങ്കിൽ ഇപ്പൊ കേട്ട ശബ്ദമാണ് അതിന്റെ പാകം. ഉപ്പ് എപ്പോഴാണ് ഇടുന്നത് വറക്ക് ഉപ്പേരുണ്ടാക്കും? അത് പല സമയത്ത് അല്ല ആ അത് അവിടെ ഉപ്പ് ഒഴിച്ചു. ഇപ്പൊ ഉപ്പൊഴിച്ച് കോരിയെടുക്കുകയാണ്. കണ്ടോ ആ ശബ്ദം കേട്ടോ? അതാണ് അതിന്റെ അല്ല പാകം. നമ്മളിത് ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുമ്പോ ഇതിന്റെ ഇത്രയാ ഒരു എഫർട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ വന്ന് നേരിട്ട് കണ്ടപ്പോഴാണ് ഇവർ ഓരോ പലഹാരം ഉണ്ടാക്കുന്നതിലും വളരെ എഫർട്ട്. അത് രുചിക്കൂട്ട് പോവാതിരിക്കാൻ ഉപ്പ് പാകത്തിന് വരണം. അങ്ങനെ നിരവധി കടമ്പകൾ കടന്നിട്ടാണ് ഇത്ര രുചികരമായ പലഹാരങ്ങൾ ഇവര് ഉണ്ടാക്കി നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് മാത്രമല്ല മനോജേട്ടാ, നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ അവരെല്ലാരും കൂടി ഇരുന്നിട്ട് അവിടെ സംസാരിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓണവിശേഷങ്ങളായാലും അവരെ എല്ലാവർക്കും പരസ്പരം എല്ലാ കാര്യങ്ങളും അറിയായിരിക്കുന്നത്. കുടുംബശ്രീ ചേച്ചിമാരുടെ ഒരു പ്രത്യേകത അത് തന്നെയാണ്. അപ്പൊ അവരിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാ വീട്ടുകാരും ഇത് ഇവരെ വിപണി കണ്ടെത്തുന്നതിനായിട്ട് ഇവരെ സഹായിക്കുന്ന ഈ ലീഡറിന്റെ സഹോദരനാണ് ഇദ്ദേഹം. നമ്മൾ എങ്ങനെയുണ്ട് വിപണി കണ്ടെത്തുന്നതിന് വളരെ തടസ്സമുണ്ടോ? അതോ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഇഷ്ടമാണോ ആൾക്കാർക്ക്? ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും അവർ എടുക്കുന്നുണ്ട്. അത് ഓർഡർ അതനുസരിച്ച് തരുന്നുണ്ട്. നമ്മളിപ്പോ ഒരു പ്രാവശ്യം പോയി ഒരു കട കണ്ടെത്തി കഴിഞ്ഞാലും അടുത്ത പ്രാവശ്യം അവർ വിളിച്ച് നമുക്ക് ഓർഡർ തരുന്നുണ്ട്. കൊല്ലം ജില്ലയിലെ ഏതൊക്കെ ഭാഗങ്ങളിലായിട്ട്? കൊല്ലം ജില്ലയിൽ നമ്മള് കൊല്ലം, തിരുവനന്തപുരം, കിഴക്കൻ മേഖല സാധനങ്ങളെല്ലാം പോകുന്നുണ്ട്. മെയിനായിട്ട് ബൾക്ക് ഓർഡർ നമ്മൾ ചെയ്യുന്നത്. കൊല്ലം ജില്ലയിൽ മാത്രമല്ല തിരുവനന്തപുരം ജില്ലയിലും എത്തുന്നുണ്ട്. അപ്പം നമുക്ക് അവിടെയും കിട്ടാൻ സാധ്യതയുണ്ട് TK ഫുഡ്സ് എന്ന് പറഞ്ഞ ഇവരുടെ ഉൽപ്പന്നം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പാക്കറ്റ് നോക്കി വാങ്ങാം, പരീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ചേച്ചിമാരുടെ പ്രത്യേകം വരണം. ഞങ്ങളുടെ അന്വേഷണം, ഞങ്ങളുടെ ഓണാശംസ വരണം. പിന്നെ ഞങ്ങളുടെ അഡ്രസ്സ് ഞാൻ മനോജന് എഴുതി തരാം. എനിക്ക് കളിയോടൊക്കെ വേണം. അപ്പൊ അവിടുന്ന് ഓർഡർ ഇട്ടിട്ടുണ്ടെന്നും കൂടി പറഞ്ഞേക്കൂ. ഇവിടുന്ന് News 18 തന്നെ ഓർഡർ ഇട്ടിട്ടുണ്ട് കളിയോടൊക്കെ. അവര് എല്ലാവർക്കും നിങ്ങളുടെ ഓണാശംസകൾ പറയുന്നു. അവിടുന്ന് ഡെസ്കിൽ നിന്ന് ആ ഇപ്പൊ അപകാരമായിട്ടുള്ള രണ്ടുപേരുടെയും അഡ്രസ് അയച്ചു തരും. അവർക്ക് ഓണവിഭവങ്ങൾ അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അയച്ചു കൊടുക്കാം, വളരെ സന്തോഷം അയച്ചു കൊടുക്കണമെന്ന്. അപ്പൊ നമുക്കൊന്ന് ആർപ്പ് വിളിക്കണ്ടേ? ആർപ്പോ സജീവമാണ് ഓണം വന്നു പുനലൂര്. ശരി മനോജ്, അപ്പൊ എന്തായാലും ചിത്തിര അടിപൊളിയായി എന്നുള്ളതാണ്. രാവിലെ ആ ഒരു ആംബിയൻസ് പ്രേക്ഷകരിലേക്ക് എത്തി എന്നുള്ളതാണ്. മനോജ് അപ്പുകുട്ടനാണ് പുനലൂരിൽ നിന്നും കുടുംബശ്രീ ചേച്ചിമാരുടെ വിശേഷങ്ങൾ, അപ്പോൾ അവിടുത്തെ ഓണം അവരുടെ തയ്യാറെടുപ്പുകളൊക്കെ നമ്മളിലേക്ക് എത്തിച്ചത്.